നമസ്കാരം. ചലച്ചിത്ര പുരസ്കാരങ്ങളും അതുമായി ബന്ധപ്പെട്ട നിഷ്പക്ഷതയില്ലായ്മയും അതിലെ രാഷ്ട്രീയവുമെല്ലാം എല്ലാ കാലത്തും ചർച്ച ചെയ്ത ഒരു സമൂഹമാണ് കേരളത്തിൽ. SFIയിൽ ചേർന്നാൽ അധ്യാപകനോ മാധ്യമപ്രവർത്തകനോ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനോ ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷനോ വരെ ആകാൻ കഴിയുന്ന കേരളത്തിലെ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എങ്കിൽ പോലും വളരെ ശക്തമായ ഉൾക്കാമ്പുള്ള സിനിമകൾ ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് എല്ലാവരും. പക്ഷേ ഏറ്റവും നിഷ്പക്ഷരായ, ഏറ്റവും ശക്തമായ വ്യക്തിത്വമുള്ള പൊതുജീവിതങ്ങൾ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ മേഖലയേക്കാൾ കൂടുതൽ, കലാസാഹിത്യ മേഖലയേക്കാൾ കൂടുതൽ കേരളത്തിലെ കായിക മേഖലയിലാണ് നമുക്ക് പറയാൻ കഴിയും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വിഷയത്തിലേക്കും കേരളത്തിലെ സിനിമാ പുരസ്കാരങ്ങളിലേക്കും എത്തുന്നത്. നേരിട്ട് സമൂഹത്തിൽ ഇടപെടാൻ കഴിയാത്ത ആളുകളെ രാഷ്ട്രീയമായി സ്വാധീനിക്കേണ്ട എന്നുള്ളൊരു തീരുമാനമാണോ എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. മുമ്പത്തേക്കാൾ കൂടുതൽ ദേശീയ പ്രാധാന്യം കേരളത്തിലെ കായിക താരങ്ങൾക്ക് ലഭിച്ചു കഴിയുകയും അവർ പലരും പരസ്യമായി തങ്ങളുടെ ദേശീയ രാഷ്ട്രീയത്തിലെ താല്പര്യങ്ങൾ വെളിപ്പെടുത്തുകയൊക്കെ ചെയ്ത ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്കിൽ പോലും കേരളത്തിൻ്റെ കലാസാംസ്കാരിക മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് വിധേയത്വത്തിൻ്റെ ഇരകളെ നമുക്ക് കേരളത്തിലെ കായിക മേഖലയിൽ കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കേരളത്തിലെ ചലച്ചിത്ര പുരസ്കാരങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ മുമ്പൊരു വീഡിയോ പറഞ്ഞതുപോലെ കേരളത്തിലെ അത്ലറ്റിക് മേഖലയ്ക്കുണ്ടായ അപജയം നമ്മൾ ചർച്ച ചെയ്തു. സ്കൂൾ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലെ ഗ്ലാമർ ഇല്ലായ്മയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അവിടെ നമ്മൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂൾ തലം മുതൽ സബ് ജില്ലാ തലം മുതൽ ഒളിമ്പിക്സും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പും വരെ എത്തുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇടവഴികളിലെല്ലാം രാഷ്ട്രീയവും പണവും സ്വാധീനവും എല്ലാം കടന്നു കയറാറുണ്ടെങ്കിൽ പോലും പ്രത്യേകമായ രാഷ്ട്രീയ ചായ്വോ വിലക്കോ രാഷ്ട്രീയ ചായ്വില്ലായ്മയോ നിങ്ങളെ ബാധിക്കാത്തൊരു സംവിധാനം കേരളത്തിൽ വലിയൊരളവുണ്ടായിരുന്നു. പണമടക്കമുള്ള ദുർമേധസ് ആ ശരീരത്തെ കാർന്നു തിന്നു എന്നുണ്ടെങ്കിൽ പോലും അവിടെയാണ് സിനിമ വ്യത്യസ്തമാകുന്നത്. കേരളത്തിലെ സിനിമകളുടെ നിലവാരത്തെക്കുറിച്ചും അവയിൽ വളരെ പ്രക്ഷുബ്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള വിമുഖതയെക്കുറിച്ചും ഏറെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി എങ്കിലും ഉണ്ടായ ആ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ചലച്ചിത്ര പുരസ്കാരങ്ങളെക്കുറിച്ച്. ദേശീയ രാഷ്ട്രീയത്തിൽ പുരസ്കാരങ്ങൾ വോട്ട് ബാങ്കിലേക്കുള്ള കടന്നുകയറ്റമായിട്ട് കണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. എന്നാൽ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സംസ്ഥാന തലത്തിൽ അവഗണിക്കപ്പെട്ട സിനിമ ദേശീയ തലത്തിൽ പ്രകടനം നടത്തുന്നു. കച്ചവട വിജയം നേടിയ സിനിമ മാത്രമായി വിലയിരുത്തപ്പെടുന്ന സിനിമ ഓസ്കാറുകൾക്ക് അയക്കപ്പെട്ടു. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. ഇത് സെൻസർ ബോർഡുകളെക്കുറിച്ചുള്ള പുരസ്കാര നിർണയ സമിതികളെക്കുറിച്ചുള്ള ഒരു വിശ്വാസമില്ലായ്മയിലേക്കാണ് നമ്മൾ നീക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾക്ക് സംഭവിച്ചത്. അത്തരമൊരു വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അത് എങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയും എന്നുള്ള അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അവിടെ നേരത്തെ പറഞ്ഞ ഡീപ്പ് സ്റ്റേറ്റ് എന്ന വിഷയത്തിലേക്ക് നമ്മൾ കണ്ടു. ലോകമെമ്പാടും കാണുന്ന ഡീപ്പ് സ്റ്റേറ്റ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഡീപ്പ് സ്റ്റേറ്റിനെ ഭേദിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളെ, സാമൂഹ്യ മാധ്യമങ്ങളെ, വ്യക്തികളെ വേട്ടയാടുന്നതിന് ഇപ്പോൾ ഈ ടെലിഗ്രാം വരെയുള്ള ഉദാഹരണങ്ങൾ. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ഇടതുപക്ഷവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മധുപാൽ മുതൽ സുനിൽ പി ഇളയടം മുതൽ സ്മൃതി പരുത്തിക്കാട് വരെയുള്ളവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മുതൽ മരമുറി കേസിൽ പ്രതികളെ നിയന്ത്രിക്കുന്ന മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അവയെല്ലാം പറയുമ്പോഴും ഇവിടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് പുരസ്കാര നിർണയം.
ഒരു വർഷം ഇറങ്ങുന്ന സിനിമകളുടെ കണക്ക്, ആ സിനിമകൾ മുഴുവൻ വിലയിരുത്തുക, ആ സിനിമയിലെ മികച്ച പ്രകടനം നടത്തിയവരെ അല്ലെങ്കിൽ മികച്ച പ്രകടന വിഭാഗങ്ങളെ കൃത്യമായ വിലയിരുത്തുക, ആ വിഭാഗത്തെ കൃത്യമായ ഒരു സംസ്ഥാനം അതിൻ്റെ മികവ് അടിസ്ഥാനമാക്കി പുരസ്കാരങ്ങൾക്ക് അയക്കുക എന്നുള്ള ഒരു വലിയ സംവിധാനം ഇവിടെ ഉയർന്നുവരെയുണ്ട്. ആ അനിവാര്യതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരിട്ട് ഓസ്കാറിനേക്ക് അയക്കുന്ന സംവിധായകൻ, അതിനുവേണ്ടി നടത്തുന്ന കോടികളുടെ പ്രചാരണം, ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം. കാശുള്ളത് കൊണ്ട് മാത്രം സിനിമയിലേക്ക് വരുന്നവരോ കാശുണ്ടാക്കാൻ വേണ്ടി സിനിമയിലേക്ക് വരുന്നവരായ ഒരു കൂട്ടം ആളുകൾ. നമ്മളത് മറ്റു വീഡിയോ ചർച്ച ചെയ്യുന്നു. സിനിമാ നിർമ്മാണം എന്നുള്ളത് കലയോടുള്ള അടങ്ങാത്ത പ്രതിബദ്ധതയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു തലമുറ ഏറെക്കുറെ ഇല്ലാതായി കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ നിന്നുകൊണ്ടാണ് സിനിമയിലെ ജീർണതയെക്കുറിച്ചും സിനിമ ഒരു അധികാര കേന്ദ്രമായി മാറുന്നതിനെക്കുറിച്ചും കേരളം പോലെ വീരാരാധനയില്ലാത്ത ജനാധിപത്യവും പുരോഗമന കാഴ്ചപ്പാടുമുള്ള ഒരു സമൂഹത്തിൽ കലാ സാംസ്കാരിക മേഖല ഒരു അധികാര കേന്ദ്രമായി മാറുന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ദിലീപ് മുതൽ 4 വർഷത്തോളം ഉറങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ മയക്കിക്കിടത്തിയിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടടക്കം തെളിയിക്കുന്നത് ഒരു അധികാര കേന്ദ്രമായി സിനിമ മാറുന്നതിനെക്കുറിച്ച്. അവിടെ നേരത്തെ പറഞ്ഞ ലോബിയിങ്ങിനെക്കുറിച്ച് നമുക്ക് പറയും. ഒരു സിനിമയെ അന്താരാഷ്ട്ര പുരസ്കാര വേദിയിലേക്ക് അയക്കേണ്ടത് ഒരു ഭരണകൂടമല്ലേ, അല്ലെങ്കിൽ ഒരു ആ മികവ് വിലയിരുത്തുന്ന സംവിധാനമല്ലേ എന്നുള്ള ചർച്ചയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഒരു വ്യക്തി സ്വന്തം നിലയ്ക്ക് കാൻ ചലച്ചിത്രമേളയിലേക്ക് അയക്കുന്നു, അവ കാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാരം നേടുന്നു. എന്നാൽ അതേ സിനിമ സംസ്ഥാന പുരസ്കാര വേദിയിൽ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നെല്ലാം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ എക്സിറ്റ് പോളുകൾക്ക് സംഭവിക്കുന്ന വിശ്വാസ്യത ഇല്ലായ്മ അല്ലെങ്കിൽ വിശ്വാസ്യതയുടെ കോട്ടം ഇവിടെയും സംഭവിക്കും. കാൻ ചലച്ചിത്രമേളയിലേക്ക് ഒരാൾക്ക് അയക്കണോ എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. എന്നാൽ പോലും കൃത്യമായ ഒരു പുരസ്കാര നിർണയ സംവിധാനം, വളരെയധികം സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ, സിനിമയെ ശക്തമായി വിലയിരുത്തുന്ന ആളുകൾ പലരും യൂട്യൂബിൽ ഒതുങ്ങുന്ന ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കൃത്യമായ ചട്ടക്കൂടുകളോടെ നമ്മളൊരു പുരസ്കാര നിർണയ സംവിധാനം ഉണ്ടാകേണ്ട ആവശ്യങ്ങളിലേക്ക് കൃത്യമായ ഇത്രയിടം മുതൽ ഇത്രയിടമുള്ള കാലയളവ് റിലീസ് ചെയ്ത എല്ലാ സിനിമകളും കൃത്യമായി കാണുകയും ആ സിനിമകളിലെ പുരസ്കാരം നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം സംസ്ഥാനത്ത് വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഹേമ കമ്മീഷൻ സൃഷ്ടിച്ചതുപോലെ ഒരു മാതൃക ഈ പുരസ്കാരങ്ങൾക്കും നിർണ്ണയിക്കുന്നു. അവിടെ നേരത്തെ പറഞ്ഞ ഡീപ്പ് സ്റ്റേറ്റ് എന്ന ഘട്ടത്തിലേക്ക് അയക്കാം. സാംസ്കാരിക മാധ്യമ മേഖലയിലേക്ക് അധികാരം കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ, സമ്പത്ത് കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന അപജയം എന്ന് പറയുന്നത് പ്രതികരണശേഷിയില്ലാത്ത സമൂഹം ഉണ്ടാകുന്നുണ്ട്. ഓസ്കാർ അടക്കമുള്ള പുരസ്കാര വേദികളെ നമ്മൾ അത് കണ്ടിരുന്നു. നാട്ടും ജയഹവും അടക്കമുള്ള എടുത്തു പറയത്തക്ക സവിശേഷതകൾ ഒന്നുമില്ലാത്ത പാട്ടുകൾക്ക് പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യ എന്ന വലിയ വിപണിയിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഓസ്കാറും കാനുമെല്ലാം എന്തെങ്കിലുമുള്ള വിശുദ്ധിയോ സവിശേഷതയോ ഉള്ളതല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ പൗരസമൂഹം എത്തേണ്ടിയിരിക്കും. അങ്ങനെ എത്തണമെങ്കിൽ സംസ്ഥാനത്തെ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കും ചലച്ചിത്ര വേദികൾക്കും കൂടുതൽ ഗൗരവം ഉണ്ടാകും. ഔദ്യോഗിക തലത്തിൽ ഒരു ഓൺലൈൻ നിരൂപണ സംവിധാനം ഉണ്ടാക്കേണ്ടതിനെക്കുറിച്ചും ഒരു ഓൺലൈൻ ചലച്ചിത്ര ലൈബ്രറി ഉണ്ടാകുന്നതിനെക്കുറിച്ചുമല്ല നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ച ചെയ്തു. അത്തരം ചർച്ചകൾക്കെല്ലാം ഇവിടെ ജീവൻ വെക്കുക. സുതാര്യമായി വിലയിരുത്തപ്പെട്ടൊരു സംവിധാനം, ഇതാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത മികച്ച സിനിമ എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഉണ്ടാകും. ആ സിനിമയെ വിലയിരുത്താനും ആ പുരസ്കാരം തെറ്റോ ശരിയെന്ന് വിലയിരുത്താനും അല്ലെങ്കിൽ അതിലത്തെ ഒരുപാട് തെറ്റുകളെന്ന് വിലയിരുത്താനുള്ള അവകാശം പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്കുമ്പോഴും ആ പുരസ്കാര നിർണ്ണയത്തിൽ പിഴവുകൾ ഉണ്ടാകുമ്പോഴും കൃത്യമായൊരു സംവിധാനം ഇവിടെയുണ്ട് എന്നുള്ളതും കോടികൾ മുടക്കുന്ന ലോബിയിങ്ങിലൂടെ സംഭവിക്കുന്ന ഒന്നല്ല ഇതെന്നും ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ചും OTT റിലീസിൻ്റെ കാലത്ത് തിയേറ്ററുകളുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന കാലത്ത് ചെറിയ സിനിമകൾക്ക് വലിയ അവസരം ഇന്ന് ഈ നിമിഷം ഈ സമൂഹത്തിൽ ലഭിക്കുന്നു. അത്തരം തിരിച്ചറിവ് നമുക്ക് ഊർജ്ജമാകും. പുതിയ ഒരു പുരസ്കാര നിർണയ സംവിധാനം